ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഫ്രീസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ 2-3 മിനിറ്റിനുള്ളിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ നമ്മുടെ ഫ്രീസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റർ ആണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്പോഴത്തേക്കും അതിങ്ങനെ വ്യൂസൊക്കെ കുറഞ്ഞ്, ആദ്യം നല്ല വ്യൂസ് കിട്ടിയിട്ട് പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇപ്പോൾ ഒരു 10-100 വ്യൂസ് കിട്ടിയതിന് ശേഷം അതങ്ങനെ പിന്നെ വ്യൂസ് ഒന്നും കിട്ടാണ്ട് അങ്ങനെ ഡെഡായി കിടക്കണേന്ന് നമ്മൾ വിചാരിക്കുക. അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഫ്രീസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ പലവർക്കും അത് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും, എങ്ങനെയാണ് ഫ്രീസ് ആവുന്നത്, അല്ലെങ്കിൽ ഫ്രീസായ ഇത് എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ ഫ്രീസായ അത് വ്യൂസ് ഫ്രീസ് ആയേക്കണത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അപ്പം അതിനുള്ളൊരു മറുപടിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണത്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളത് എന്തായാലും നമ്മളത് ചെക്ക് ചെയ്യും. നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളത് ചെക്ക് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നോക്കാം, ആദ്യമൊക്കെ നല്ല നല്ല വ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് വ്യൂസൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഉണ്ട്. വൈറ്റി സ്റ്റുഡിയോൻ്റെ താഴെ അനലറ്റിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ അനലറ്റിക്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ അനലറ്റിക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വഴിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അനലറ്റിക്സ് വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനലറ്റിക്സിൽ കിടക്കുന്ന വേറെ കുറേ, അതിൻ്റെ അനലറ്റിക്സിൻ്റെ മുകളിലായിട്ട് കുറേ ഓപ്ഷൻസ് കിടക്കണം. ട്രെൻഡ്സ് ഉണ്ട്, പിന്നെ എന്താണ് ഓവർവ്യൂ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, പിന്നെ റവന്യൂ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മൾ കിടപ്പുണ്ട്. അതിനകത്ത് റവന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ റവന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കത് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ അനലറ്റിക്സ് എന്ന സംഭവത്തിൽ കിടക്കുന്നത്. അനലറ്റിക്സിലുള്ള കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ ലാസ്റ്റ് 28 ദിവസത്തെ വീഡിയോസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് ഇംപ്രഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇംപ്രഷൻ ത്രൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോരം വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഹൗ ടു വ്യൂവേഴ്സ് വ്യൂ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ആൾക്കാർ ഏതൊക്കെ സോഴ്സ് വഴിയിട്ടാണ് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടേക്കണേന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഹൗ ടു വ്യൂവേഴ്സ് ഫൈൻഡ് വീഡിയോ, നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് ആളുകൾ കാണുന്നതെന്നുള്ളൊരു നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഇപ്പോൾ പറഞ്ഞ പോലെ 3 ടൈപ്പ് ഉണ്ട്. അത് നമ്മുടെ വീഡിയോസ് ആൾക്കാർ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതിന് ഫസ്റ്റ് വന്നേക്കുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴിയാണ്. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി എന്തോരം ആളുകൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രൗസിങ് ഫീച്ചേഴ്സാണ്. അപ്പം അതും നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും അതിനകത്ത് നിന്ന് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്തോരം ആളുകൾ നമുക്ക് ഒരു വീഡിയോന് നമുക്ക് അതിനകത്ത് നിന്ന് എന്തോരം വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സജസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പം അതിനകത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് എന്തോരം സജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് നിന്ന് വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 സെഗ്മെന്റിൽ നിന്നും നമുക്ക് വ്യൂസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീഡിയോ ഫ്രീസ് ആയിട്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ബ്രൗസിങ് ഫീച്ചേഴ്സ്, സജസ്റ്റഡ് വീഡിയോ, ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ വീഡിയോസിന് ഇത്രയും ആളുകളെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ 10, 100 വരെയൊക്കെ ആയിട്ട് പിന്നീട് അങ്ങോട്ട് അതിനൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീഡിയോന്റെ
കുറച്ചും കൂടി പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോന് ആവശ്യമാണെന്ന് നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. വീഡിയോ ഫ്രീസ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള മാർഗമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫ്രീസ് ആണെങ്കിൽ നമുക്കിനി എന്താണ് അടുത്ത ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രീസായ വീഡിയോ എങ്ങനെയാണ് അൺഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയാൻ പോണത്. നമ്മുടെ വീഡിയോസ് അൺഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ലൈവ് സ്ട്രീമിങ്ങിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്താണോ അതിൻ്റെതായിട്ടുള്ള ലൈവായിട്ടുള്ള സ്ട്രീമിങ്ങിലൊക്കെ ഇട്ട് നമുക്കത് നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വ്യൂസ് ഒക്കെ കുറയാനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 8 മിനിറ്റിൽ കുറയാത്തൊരു വീഡിയോ നമ്മൾ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വേണ്ട ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രീസ് ആയിരിക്കണത് ചാനൽ നമുക്ക് അൺഫ്രീസ് ആക്കണം. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മളിനി എങ്ങനെയാണ് അൺഫ്രീസ് ആക്കണമെന്നാണ് അടുത്ത പറയാൻ പറ്റും. അതിന് അൺഫ്രീസ് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ അൺഫ്രീസ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു 2-3 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് ഫസ്റ്റ് വന്നേക്കണത് നമുക്കിപ്പോൾ ലൈവ് സ്ട്രീമിങ്, അത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഇപ്പം ഇന്നിപ്പോൾ ഒരു 7 മണിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 7 മണിക്ക്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ടൈം ഗ്യാപ്പിൽ നമ്മൾ ലൈവ് സ്ട്രീമിങ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ ബ്രൗസിങ് ഫീച്ചേഴ്സ് വഴി നമ്മുടെ വ്യൂസ് കൂടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് എടുത്തിട്ട് പോവാം. പിന്നെ രണ്ടാമത്തെ വന്ന ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രസീവ് ആയിട്ടുള്ള തമ്പനെയിൽ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മളും ഇപ്പോൾ സാധാരണ പോലെ ഒരു യൂട്യൂബ് നമ്മൾ ചെക്ക് ചെയ്ത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ തമ്പനെയിൽ കണ്ടിട്ടായിരിക്കും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യണത് അല്ലേ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഇംപ്രസീവ് ആയിട്ടുള്ള തമ്പനെയിൽ ഇടണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിതിനകത്ത് വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ഓൾറെഡി ഫ്രീസാണ്. അങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം ഒരു 8 മിനിറ്റിൽ കുറയാത്ത ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. 8 മിനിറ്റിൽ കുറയാതെയുള്ള ഒരു വീഡിയോ എങ്കിലും നമ്മളത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ്. അതിപ്പോൾ നേരത്തെ നമുക്ക് എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും ചാനലിൽ നമ്മുടെ ചാനലും ഇത് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോ ഇടണമെങ്കിൽ നമ്മളത് ഡെയിലി തന്നെ ഇട്ടുകൊണ്ട് പോവുക. അതല്ല നമ്മൾ ഒന്നരാടമാണ് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒന്നരാടം ഇട്ടുകൊണ്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2-3 ആഴ്ചയാണ് ഇടണമെന്നുണ്ടെങ്കിലും നമ്മൾ അതേപോലെ ഇപ്പം നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനത്തെ ടൈമിലാണ് നമ്മൾ ഇടണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ട് പോവുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂവേഴ്സിന് ഒരു ഇതുണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ തിങ്കളാഴ്ച ഇട്ടു, ഇനി അടുത്ത എൻ്റെ വീഡിയോ ബുധനാഴ്ച വരുള്ളൂ, ഇന്ന ടൈമിൽ വരൂ എന്നുള്ളൊരു അവർക്കൊരു ധാരണയുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അവർ നമ്മുടെ ചാനൽ നോക്കണത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ വ്യൂസും ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രീസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ നമുക്ക് ഈ വഴികളൊക്കെ വെച്ച് നമുക്കത് അൺഫ്രീസ് ആക്കാനായിട്ടും സാധിക്കും. അങ്ങനെ നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടേക്കണത്. അപ്പോൾ ചാനൽ എങ്ങനെ ഫ്രീസ് ആവണമെന്ന്, എങ്ങനെ ഒരു ചാനൽ ഫ്രീസ് ആയതെന്നും പിന്നെ അതുപോലെ പോലെ എങ്ങനെ ഒരു ചാനൽ അൺഫ്രീസ് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഞെക്കണം. അതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബായ്.